ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ട വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. റമദാന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. മുട്ട വെച്ചിട്ട് നല്ല ഗ്രേവിയൊക്കെ അകത്ത് വെച്ച് നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിതിന് ആവശ്യമായിട്ട് 3 മുട്ട മാത്രം മതി കേട്ടോ. നമുക്ക് ക്രിസ്പിയാണ്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മസാലയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല രുചിയാണ്. അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുക്കുന്നുണ്ട്. ഞാൻ പുഴുങ്ങിയ മുട്ടയാണ് എടുത്തത്. അതെടുത്തിട്ട് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ വെള്ള പാർട്ടും മഞ്ഞക്കുരുവും കൂടെ ഉണ്ടല്ലോ, അത് രണ്ടും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. 3 മുട്ടയുടെ ആവശ്യമുള്ളൂ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല കടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. ആരും ഇത് മിസ് ചെയ്യല്ലേ. ഇതിലൊരു സ്പെഷ്യൽ ടിപ്പ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ലേ കേട്ടോ. ഇനി നമുക്കൊരു മസാലയാണ് ഉണ്ടാക്കേണ്ടത്. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് സവോള, അരമുറി സവോളയും എടുത്തിട്ടുള്ളൂ. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് എരിവിന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്തത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ബീഫാണ് കേട്ടോ. ചിക്കനോ ബീഫോ എന്ത് വേണേലും എടുക്കാം. ഒന്ന് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് ബീഫ്. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ട് എല്ലോ യോക്ക് എടുത്തിട്ട് ഇതിൽ ഈ മസാലയുടെ കൂടെ തന്നെ നല്ലതായിട്ടൊന്ന് പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ഇത് മുക്കി പൊരിക്കാൻ ഒരു ബാറ്റർ റെഡിയാക്കാണ്. ആദ്യം കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം നമ്മൾ നല്ല തിക്ക് ബാറ്ററായിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴത്തേക്കും ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആകുമ്പോൾ ഒലിച്ചു പോകത്തില്ല. അത് അതിൽ തന്നെ പിടിച്ച് നിൽക്കും. അതുകൊണ്ട് നല്ല തിക്ക് ബാറ്റർ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള, വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിയാൽ അകത്തെ മസാലയെല്ലാം നമുക്ക് വെളിയിൽ പോകും. ഫ്രൈ ചെയ്യുമ്പോൾ അതെല്ലാം വെളിയിൽ വരും. അതുകൊണ്ട് തിക്കായിട്ടുള്ള ഈ ഒരു പരുവത്തിൽ ബാറ്റർ എടുക്കുകയാണെങ്കിൽ മസാല ഇങ്ങനെ അതിൽ തന്നെ പിടിച്ച് നിൽക്കും. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയൊന്ന് സ്റ്റഫ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ ആ ഷേപ്പിൽ തന്നെ ആ മുട്ടയുടെ ഉള്ളിൽ ആ മസാല കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ മസാല കേട്ടോ. ഈ മസാല ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ ഇറച്ചിയും ആ മുട്ടയുടെ ആ മഞ്ഞക്കരുവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനത്തെ മസാലയെല്ലാം ഞാൻ മുട്ടയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ആ ബാറ്ററിൽ ഒന്ന് എടുത്തിട്ട് മുക്കി വറുത്തെടുക്കുക വേണ്ടു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി റമദാൻ റെസിപ്പിയാണ്. അത് മുട്ട വെച്ചിട്ട് എല്ലാവരുടെ വീട്ടിലും മുട്ട ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് വന്ന് പറയണം കേട്ടോ. കണ്ടോ, ഇങ്ങനൊരു പരുവത്തിൽ തിക്കായിട്ടിരിക്കുമ്പോൾ മസാലയൊക്കെ എങ്ങും വെളിയിൽ പോവാതെ മുട്ടയിൽ തന്നെ പിടിച്ച് നിൽക്കും. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടി നമ്മൾ മസാലയുള്ള പാത്രം ഉണ്ടല്ലോ, ഫസ്റ്റ് തിരിച്ചിടണം കേട്ടോ. അല്ലെങ്കിൽ അതങ്ങ് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരും. ആ പാർട്ട് തിരിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അതെല്ലാം പൊടിഞ്ഞ് എണ്ണയ്ക്കകത്ത് തന്നെ വീഴും കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് ഇടുമ്പോൾ തന്നെ ആ ഭാഗം മൊരിഞ്ഞ് ആ കടലമാവെല്ലാം കൂടെ പിടിച്ച് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി സ്നാക്കല്ലേ. മുട്ട വെച്ചിട്ടാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. മുട്ടയുടെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നല്ല ആ മസാലയൊക്കെ, ഉള്ളിലെ മസാലയൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നോ. നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ട സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമായിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. റമദാനല്ലേ, അപ്പോൾ ഈസി ആയിട്ട് വേഗം നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചില മുട്ടയുടെ റെസിപ്പീസ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.